ആന സ്കൂളിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ അച്ഛൻ വന്ന് അവളെ വിളിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. മാത്രമല്ല മഴ വരുന്നതിന് മുൻപ് എല്ലാവരെയും വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് വാൺ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ പോകുന്ന വഴിയിൽ ആന തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ കാർമേഘങ്ങൾ സിറ്റിയെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉടനെ കാറിന്റെ സ്പീഡ് കൂട്ടിയ ആനയുടെ അച്ഛൻ എല്ലാവരെയും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നു. പക്ഷെ ആനയുടെ ബ്രദർ സീറ്റ് ബെൽറ്റ് ഇടാതെ വാശി പിടിക്കുന്നു. അപ്പോൾ അച്ഛൻ അവന് സീറ്റ് ബെൽറ്റ് ഇടാൻ തിരിയുമ്പോൾ അവരുടെ കാർ ഏകദേശം ഒരു ട്രക്കിലിടിക്കുന്ന അവസ്ഥയിലെത്തുന്നു. ഭാഗ്യത്തിന് ലാസ്റ്റ് സെക്കൻഡിൽ അവർ ആ ക്രാഷിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാലും കുറച്ചു സമയത്തിൽ തന്നെ ഒരു ട്രക്ക് മറിഞ്ഞ് അവരുടെ വഴി ബ്ലോക്ക് ആവുന്നു. ഉടനെ ആനയുടെ അച്ഛൻ അവരെ കാത്തിലുള്ള അവരുടെ കമ്പനി ബങ്കറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നു. വൈകാതെ തന്നെ ആകാശത്തു നിന്ന് മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങുന്നു. ഭാഗ്യത്തിന് അതിനുള്ളിൽ അവരെല്ലാവരും ബങ്കറിനകത്ത് കയറുന്നു. അതിനുശേഷമാണ് അവളുടെ അച്ഛൻ സത്യം പറയുന്നത്. ആക്ച്വലി ഇപ്പോൾ പെയ്യാൻ പോകുന്ന മഴയിൽ മനുഷ്യ ഇനത്തെ മുഴുവനായി നശിപ്പിക്കാൻ കഴിയുന്ന മോശമായ വൈറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള അവസാനത്തെ ഹോപ്പ് അദ്ദേഹം മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരെയും ബങ്കറിനകത്ത് സേഫ് ആയിരിക്കാൻ പറഞ്ഞ് അദ്ദേഹം പ്രൊട്ടക്റ്റീവ് സൂട്ട് ധരിച്ച് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കുറച്ചുനേരം കഴിഞ്ഞ് ബങ്കറിന് പുറത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു. അത് കേട്ട് ആനയും ബ്രദറും അത് അവരുടെ അച്ഛനാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവരുടെ അമ്മ അച്ഛനാണെങ്കിൽ തനിയെ ഡോർ തുറന്ന് അകത്തേക്ക് വരുമെന്ന് പറയുന്നു. പക്ഷെ അവർ രണ്ടുപേരും അമ്മ പറയുന്നത് കേൾക്കാതെ ബങ്കറിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നു. നോക്കുമ്പോൾ ബങ്കറിന് പുറത്ത് മഴയിൽ നനഞ്ഞൊരാൾ വളരെയധികം സ്ട്രെയിഞ്ച് ആയ രീതിയിൽ നിൽക്കുന്നു. അത് കണ്ടിവർ കൺഫ്യൂസ് ആയി നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാൾ ആനയുടെ ബ്രദറിനെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഭാഗ്യത്തിന് അവസാന നിമിഷത്തിൽ ആനയുടെ അമ്മ അയാളെയും തള്ളിമാറ്റി പുറത്തേക്ക് വന്ന് അവരെ രണ്ടുപേരെയും രക്ഷിക്കുന്നു. പക്ഷെ മഴവെള്ളം വീണ അടുത്ത സെക്കൻഡിൽ തന്നെ അമ്മയും വൈറസ് ബാധിക്കുന്നു. അത് കണ്ട് തകർന്നു പോയ ആന വേറെ വഴിയില്ലാതെ ബങ്കറിന്റെ ഡോർ അടയ്ക്കുന്നു. പോയി കുറെ ദിവസങ്ങളായിട്ടും അവരുടെ അച്ഛൻ തിരിച്ചു വന്നില്ല. അത് മാത്രമല്ല ഇവർക്ക് പുറലോകവുമായി ഉണ്ടായിരുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ടാവുന്നു. അതുകൊണ്ട് ആ ബങ്കർ അവർക്കൊരു ജയിൽ പോലെയാവുന്നു. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് അവരുടെ കയ്യിലെ സപ്ലൈസ് എല്ലാം ഏകദേശം തീരുന്ന അവസ്ഥയിലെത്തുന്നു. അതേസമയം ആനയുടെ ബ്രദർ ഫ്രസ്ട്രേഷൻ കാരണം അഗ്രസീവായി ബിഹേവ് ചെയ്യുന്നു. വേറെ വഴിയില്ലാതെ ആന പ്രൊട്ടക്റ്റീവ് സൂട്ട് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ പുറത്ത് അവൾക്ക് കാണാൻ കഴിയുന്ന ദൂരത്തോളം ജീവന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. ഇനി ഇപ്പോഴുള്ള ഒരേ ഒരു വഴി അവളുടെ അച്ഛൻ കൊടുത്ത ടാബ് യൂസ് ചെയ്ത് ഇതുപോലുള്ള മറ്റ് ബങ്കേഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ അന്ന് രാത്രി തന്നെ ബങ്കറിലെ ഓക്സിജൻ സപ്ലൈ കട്ടായി അലാറം അടിക്കാൻ തുടങ്ങുന്നു. ബ്രദർ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആനയ്ക്ക് ഓൾറെഡി ബോധം നഷ്ടമായിരുന്നു. അവൻ ആനയെയും കൊണ്ട് പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവസാനം അവർ രണ്ടുപേരും ബങ്കറിൽ നിന്ന് പുറത്തെത്തുന്നു.